ശ്രീ വൈശാഖ മഹാത്മ്യം 15-ാം അധ്യായം. ഇന്ന് വൈശാഖ മാസത്തിലെ 15-ാമത്തെ ദിവസം. കടലായി ശ്രീകൃഷ്ണൻ്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ പാരായണം 15-ാമത്തെ അധ്യായമാണ്. ഭഗവാന്റെ ജീവനക്കാരിയും ഭക്തയുമായ മാധവിക്കുട്ടിയുടെ സ്മരണയ്ക്കും ഇന്ന് വിഷ്ണുപാദം പോകിയിരിക്കുകയാണ്. പൗർണമി കൂടിയാണ് ഇന്ന്. വൈശാഖ പൗർണമി, ചിത്ര പൗർണമി എന്നൊക്കെ പറയുന്നത്. വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകം. ഓം തത്സത്. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുത ജയ. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണായ നമഃ. അത വൈശാഖ മഹാത്മ്യ പഞ്ചദശോധ്യായ. പണ്ടു പാഞ്ചാലപുരി തന്നിലങ്ങൊരു നൃപൻ ഉണ്ടായാനവൻ പുരുയശസ്സെന്നല്ലോ നാമം ചൊല്ലേറും ഭൂരിയശസ്സായവനുടെ പുത്രൻ കല്യാണായലയൻ സർവവിദ്യാപാരംഗനവൻ. കാലധർമ്മത്തെ പ്രാപിച്ചിടിനാൻ പിതാവെന്നു ബാലകം ചിരരാജ്യപാലനം ചെയ്തിടിനാൻ. പൂർവജന്മാർജിതമാം പാപത്തിൽ ധനാദിയും തുരക ഗജാതി സമ്പത്തിയും ഓരോതരം പരിപീഡിതരായി സത്വരമൊടുങ്ങിയും ദാരിദ്ര്യം ബഹുവിധമുടനെ വന്നുകൂടി. ഹരിദ്രോഹവും പാരം തുടങ്ങി മന്ദമന്ദം ഗജഭൂ ശക്തമായ കബളമെന്ന പോലെ ബലഹീനനാം നൃപബാലനെ കണ്ടവാറെ ബലമോടാട്ടിക്കളഞ്ഞിടിനാൻ ശത്രുക്കളും ആകവേ തോറ്റു നൃപൻ കാനന മകമ്പുക്കു ഗുഹയിൽ അനാരദം വസിച്ചാൻ അജ്ഞാതനായി. ശിഖിനിയായ ദേവി താനും ധാത്രാദിയോടും സുഖങ്ങളറിയാതെ ശിഖരീവനങ്ങളിൽ വത്സരമമ്പത്തിമൂന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വത്സനാം നൃപശ്രേഷ്ഠൻ സ്മരിച്ചു ഗുരുബോധോ. സർവജ്ഞന്മാരുപയാചനം യാജ്ഞൻ താനും സർവവും അറിഞ്ഞു ഭൂപാലനെ ചെന്നു കണ്ടാർ. ഗുരുഭൂതരെ കണ്ടു പെരികെ പ്രീതി പൂണ്ടു ചരണാംബുജങ്ങളിൽ നമസ്കാരവും ചെയ്താൻ. ദുഃഖവർദ്ധനാൽ ഒരു മുഹൂർത്തം കിടന്നപ്പോൾ തൽക്കരങ്ങളാൽ മുനിമാരെ നെഴുന്നേൽപ്പിച്ച് അതിഭക്തനെ കണ്ടു ബഹു സന്താപകാരണത്തെ ഭക്തവത്സലനോടു ചോദിച്ചു കൊണ്ടാനേവം. എന്തു കാരണം ഭവാനിങ്ങളെ മനതാരിൽ ചിന്തിപ്പാൻ ഇപ്പോൾ എന്നു കേട്ടു ഭൂപതി ചൊന്നാൻ. സർവവും അറിഞ്ഞിടാം നിങ്ങൾക്കെന്നിരിക്കലും ദുർവാര ദുഃഖം സഹിയാഞ്ഞുര ചെയ്തിടുന്നേൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. ചെയ്തിടുന്നേൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. പൗരുഷമോടും നൃപകുലത്തിൽ ജന്മം മമ ധൈര്യാദി ബലങ്ങളുമുണ്ടെന്നു സിദ്ധമല്ലോ. ബഹുസേനയും ബഹുസമ്പത്തും ഭണ്ഡാരങ്ങൾ. ഓം ശ്രീകൃഷ്ണായ നമഃ. ബഹുസേനയും ബഹുസമ്പത്തും ഭണ്ഡാരങ്ങൾ സഹസാസനശിരി ബലത്താൽ കാട്ടിയാലായേൻ. നല്ലൊരു ബന്ധു സുത സോദരരിത്യാദിയും ഇല്ലാതെ വന്നു മനു ശുദ്ധിയുമെനിക്കുണ്ട്. ഇല്ലാതെ വന്നു ദുഃഖിച്ചിടുവാനെന്തു മൂലം ജന്മശുദ്ധിയും മനുശുദ്ധിയുമെനിക്കുണ്ടു. ബ്രഹ്മതൽപരനഹം ബ്രാഹ്മണപ്രിയനേറ്റം ധർമ്മപാലക ധർമ്മങ്ങളില്ല ബുദ്ധി ധർമ്മപാലകൻ അധർമ്മങ്ങളിലില്ല ബുദ്ധി. കർമ്മം ദുഷ്കൃതിയായിട്ടൊന്നുമേ ചെയ്യുന്നില്ല.
ഗുരുഭൂതരെ കുറിച്ചേറ്റവും ഭക്തിയുണ്ടു. പെരികെ കൃപ ജന്തുവർഗത്തിലെനിക്കുണ്ടു. ദേവബ്രാഹ്മണ ഭക്തനായിടുമെനിക്കിപ്പോൾ. ഏവം സർവദാ ദുഃഖമുണ്ടാവാനെന്തു ബന്ധം? എന്തുകൊണ്ടിനി ഇതിൽ മോചനമാകുമെന്നും സിന്ധുശീലന്മാർ നിങ്ങൾ അരുളി ചെയ്തിടണം. വന്ദിച്ചു നൃപനിത്തം ചൊന്നപ്പോൾ ജ്ഞാനദൃഷ്ട്യ മന്നവനുടെ ദുഃഖ കാരണമെല്ലാം കണ്ടു. മന്ദഹാസവും പൂണ്ടു പിന്നെയും അരുൾ ചെയ്തു. നിന്നുടെ ദുഷ്കൃതങ്ങളൊക്കെയും ചൊല്ലാമെങ്ങൾ. പൂർവജന്മങ്ങൾ 10 കാട്ടാളൻ തന്നെ ഭവാൻ. സർവജീവികളെയും ഹനിച്ചു ജീവിച്ചു നീ. 10-ാം ജന്മത്തിൽ ഫലഭേദങ്ങളുണ്ടു ചൊൽവാൻ. പ്രത്യേകമതും പറഞ്ഞിടുവൻ മൂഢാത്മാവേ. 10 ജന്മത്തിങ്കലും നിന്നുടെ ചെവി തന്നിൽ എത്തിയതില്ല മധുസൂദന കഥാലേശം. ശിരസാ നമിപ്പാനും മനസ്സാ ചിന്തിപ്പാനും കരത്താലർച്ചിപ്പാനും യോഗവും വന്നിടാതെ. നാമകീർത്തന കഥ നാവാലുച്ചരിയാതെ ആമയം നാനാജീവങ്ങൾക്കുമുണ്ടാക്കി നിത്യം. അന്ത്യജന്മനി സഹ്യ ശൈലത്താഴ്വര തോറും ജന്തുസഞ്ചയം കൊന്നു ഭക്ഷിച്ചും ദയാഹീനം. പാന്തന്മാരെയും കൊന്നു ബഹിക്കും ധനമെല്ലാം. കാന്താരദേശേ ക്രൗര്യമോടും സഞ്ചരിക്കുമ്പോൾ ശിശുക്കൾ അണ്ടങ്ങളും മനസാ കൃപാഹീനം. നശിപ്പിക്കായാൽ ഇന്നു സന്തതി ലഭിയാഞ്ഞു. വിശ്വസിച്ചവർകളെ രക്ഷിച്ചിടായിക മൂലം വിശ്രുത കീർത്തെ സഹോദരന്മാരില്ലാതെയായി. പാന്തന്മാർക്കാതി വളർത്തിയിടുക നിമിത്തമായി ബന്ധുക്കളി ജന്മത്തിൽ ഇല്ലാതെ ഭവിച്ചതും. ബന്ധുസഞ്ജന സംഘം പൂർവമില്ലായ്ക നിമിത്തമായി ഇജ്ജന്മം ശത്രുക്കളാൽ പീഡിതനായി ഭവാൻ. മുന്നം നീ ആർക്കും ദാനം ചെയ്യായിക. ഓം ശ്രീകൃഷ്ണായ നമഃ. മുന്നം നീ ആർക്കും ഏതും ദാനം ചെയ്യായിക മൂലം വന്നിതു ദാരിദ്ര്യവും നിനക്കു മിതുകാലം. എല്ലാവർക്കും അപ്രിയമായി ചെയ്ത കർമ്മത്താൽ ഇപ്പോൾ എല്ലാ നേരവും ദുഃഖിപ്പാനവകാശം വന്നു. ക്രൂരകർമ്മത്താൽ മുന്നം നീ നിരാധാരനിപ്പോൾ പാരമുള്ളഴലേവം വന്നിടും എല്ലാവർക്കും. പല നാളേവം വർത്തിച്ചിടും നാളൊരു ദിനം. ബലിയാം തവ ചേഷ്ട ഏതുമെന്നറിയാതെ 2 വൈശ്യന്മാർ ബലാൽ അവഴി പുറപ്പെട്ടാൽ ഉണ്ടവരുടെ കയ്യിൽ ധനവും ഭാണ്ഡങ്ങളും. കഷണനാകും മുനി താനും അവണ്ണം വഴി ചെന്നു. ഹർഷം പൂണ്ടവരോടും ഒന്നിച്ചു നടക്കുമ്പോൾ വില്ലോടു ബാണങ്ങളും ധരിച്ചു ഭവാൻ. അപ്പോൾ നില്ലെന്നു പറഞ്ഞെടുത്തു വേഗത്തോടെ. വൈശ്യരിലൊരുവനെ കൊന്നുകൊണ്ടവനുടെ നിശേഷധനം ഭരിച്ചന്യനെ നോക്കും നേരം. പ്രാണവേദനയോടു മോടിനാനന്യവൈശ്യൻ. ക്ഷീണനാം മുനീതാനും കൂടവേയോടും നേരം. ദീനത സഹിയാഞ്ഞു വിയർത്തു വളർന്നവൻ കാനനം തന്നിൽ പതിച്ചിടിനാൻ മുനിശ്രേഷ്ഠൻ. ദണ്ഡം കൂടാതെ വൈശ്യനോടിയവാറും കണ്ടു. ക്ഷീണനായി വീണ മുനി തന്നെയും കണ്ടു ദുഷ്ടൻ. ക്ഷിപ്രമങ്ങടുത്തപ്പോൾ തളർന്നു കിടക്കുന്ന വിപ്രനെ പത്രങ്ങളാൽ വീശിനാനൊട്ടു നേരം. ഇഞ്ചിയെ കടിച്ചമർത്തു ചെവികളിൽ ബലിയാം കിരാതനും ഊതിനാൻ. പിന്നെ പങ്കില ജലം കൊണ്ടു തളിച്ചു മെയ്യിലപ്പോൾ സങ്കടമൊട്ടു തീർന്നങ്ങുണർന്നു മുനീവരൻ. കൺമിഴിച്ചൊരു നേരം പറഞ്ഞു കാട്ടാളനും നിർമ്മലനായ ഭവാൻ. പേടിക്ക വേണ്ട ഇനി. ഇവിടെ നിന്നു പാഞ്ഞ വൈശ്യന്റെ ധനപാണം എവിടെ നിക്ഷേപിച്ചാൻ എന്നതു പറകതി. സത്യം ചൊല്ലിയാൽ കാര്യം വേറൊന്നായി വന്നുകൂടും. ഉത്തമ നിർധനന്മാർ ജീവിതം ദണ്ഡമില്ല. തന്മൊഴി കേട്ടു ചൊന്നാൻ തത്ര മാമുനി തത്ര ചെന്നു. ഗുന്മമധ്യത്തിലിട്ടാൻ പിന്നീട് മറിവില്ല എന്നു മാമുനി ചൊന്ന കാടതിൽ നോക്കും നേരം.
ധന്യന്റെ ധനമെടുത്ത മുടിയോടു ചൊന്നാൻ, മന്ദം നീ ഗമിച്ചാലും ഭീതിയുമിനി വേണ്ട. നിന്നോടും ഒന്നുമേ ചെയ്യുകയില്ല, നിന്നോട് ഒന്നുമേ ഞാൻ നിന്നോടൊന്നുമേ ചെയ്യുകയില്ല ഞാനിനി ബ്രഹ്മൻ. അരനാഴിക ചെന്നാൽ അന്നേരമൊരു കുളം നിറഞ്ഞു തെളിഞ്ഞുള്ള നല്ല വെള്ളവും കാണാം. സ്നാനവും അതിൽ ചെന്നു ചെയ്യുക നീ സുഖമോടെ. നാനാഗ്രാമങ്ങൾ അതിനടുത്തു കാണാമിടൂ. കൂടെ പോന്നതു കാട്ടിത്തരുവാനാളല്ല ഞാൻ. പേടിക്ക വേണം നൃപഭടന്മാരെ ഭടരെ കണ്ടാലഹം വൈശ്യൻ ചെന്നവസ്ഥകൾ ചൊല്ലിനാനെന്നാകിലും ആശു കണ്ടിടാം ഇപ്പോൾ നൃപകിങ്കരന്മാരെ. ഇങ്ങനെ ചൊല്ലിപ്പുര കാഴതിൽ പുക്കു ഭവാൻ, അങ്ങിനെ ഒരു വിപ്രൻ തന്നെ രക്ഷിക്ക മൂലം. ഭൂപതിയായിട്ടിപ്പോൾ ദഹിപ്പാനിനെയും കേൾ. ധനധാന്യാദി സർവ്വരാജാതി സിദ്ധിയും പിന്നെ മനസ്സി സ്വർഗാപവർഗങ്ങളും സായുജ്യവും ഇച്ഛയുണ്ടെന്നാകിലോ ചെയ്യുക വൈശാഖധർമ്മം. നിശ്ചയം തവ സുഖം സിദ്ധിക്കുമതിനാലേ. മാധവ മാസം ഇപ്പോൾ അടുത്തു തൃതീയ നാൾ. ശ്വേതപക്ഷത്തിലൊരു പശുദാനത്തെ ചെയ്യുക. ഭണ്ഡാരപൂർത്തി പുനരതിനാൽ വന്നുകൂടും. നിർണയം ശയ്യാദാനം കൊണ്ടതീ സുഖം വരും. ഛത്രദാനത്താൽ ബഹു സാമ്രാജ്യം ഭവിച്ചിടും. നിത്യവും വിധിപൂർവം സ്നാനവും ചെയ്തു ഭക്ത്യ. പ്രതിമ തങ്കൽ മധു വൈരിയെ പൂജിക്ക നീ. സന്തതം പിന്നെയതു ഞങ്ങൾക്കു ദാനം ചെയ്യുക. അതിനാൽ ശത്രുക്ഷയം വന്നിടും നിനക്കെന്നാൽ. മതിമാനായ ഭവാൻ ഇനിയും കേട്ടുകൊള്ളുക. ഓം ശ്രീകൃഷ്ണായ നമ. മതിമാനായ ഭവാൻ ഇനിയും കേട്ടുകൊള്ളുക. തനിക്കു സമാനനായി തനയനുണ്ടാവാനായി തണുത്ത ജലദാനം തണ്ണീർ പന്തലിൽ ചെയ്യുക. ഏവം മാധവധർമ്മം അനുഷ്ഠിച്ചിടുന്നാകിൽ സർവവും വശമായി ഭവിക്കും നിനക്കെടു. ആശകളൊന്നിങ്കലും കൂടാതെ അനുഷ്ഠിച്ചാൽ ക്ലേശവും പ്രത്യക്ഷമായി കണ്ടിടാമൊട്ടു ചെന്നാൽ. മനസ്സിൽ ഭേദകാല താമസം വേഗമേവം മനസ്സി ധരിച്ചാലും നൃപതി ശിഖാമണി. 15 അധ്യായവും ചൊല്ലിനേനിപ്പോളിടൂ. മതിമാന്മാരാം മുനിമാരുര ചെയ്തു പോയാർ. ഓം തത്സത്. ഇത് ശ്രീ വൈശാഖ മഹാത്മ്യം പഞ്ചദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയും ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം